സൺഡേ ആയിട്ട് എന്താ ഇവിടെ എന്താ വല്ല സ്പെഷ്യൽ ഡേയോ സ്പെഷ്യൽ ആയിട്ട് വല്ല പരിപാടിയോ വല്ലതും ഉണ്ടോ? ഇത് ഇന്ന് വിമൻസ് ഡേ ആയിക്കൊണ്ട് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇത് സെന്റ് ജോൺസ് ഫിഷർ കേഴ്സ്ലി എന്ന് പറഞ്ഞൊരു മാതാവിന്റെ ഷ്രൈൻ ഉള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ഷ്രൈൻ ഇത് കണ്ടോ, കാമ. അപ്പൊ നമുക്കെപ്പം വന്നാലും കാമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു നല്ല അന്തരീക്ഷം. അതിന് നല്ല രസമായി ഈ ഏരിയ ഒക്കെ കാണാനും ഒക്കെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇംഗ്ലീഷ് കുർബാനയ്ക്കൊക്കെ പോവാറുണ്ട്. അവരുടെ ചില കൾച്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ പള്ളികളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ചില ആസ്പെക്റ്റൊക്കെ നമുക്ക് ഒത്തിരി നല്ലതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പല പള്ളികളിലും കൊയർ എന്ന് പറഞ്ഞാൽ അവരുടെ പാട്ട് പാടുന്നവരുടെ സ്വരം വെളി കേൾക്കണം, അങ്ങനെ ഒരു പ്രശ്നമാണ്. മൈക്രോഫോൺ കിട്ടുന്നില്ല, മൈക്കിനടുത്ത് നിന്ന് പാടുന്നില്ല, പാടുമ്പോൾ സ്വരം കേൾക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ എല്ലാ പള്ളികളിലും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സീറോ മലബാറിന്റെ മിക്ക പള്ളികളിലും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഇംഗ്ലീഷ് കുർബാനയ്ക്കൊന്ന് വന്ന് നമ്മൾ അവർ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു 15 പേരൊക്കെ കൊയറിലുണ്ടെങ്കിലും അവര് ഒരു മൈക്രോഫോൺ ഒരു മൂലയ്ക്ക് വെക്കും. കൊയർ ലീഡ് ചെയ്യുന്ന ഒരാളുടെ ഒരു തൊട്ടടുത്ത് ഇച്ചിരി ദൂരത്തായിട്ട് വെക്കും. അവർ ശാന്തമായിട്ട് നിന്ന് അവരുടെ ആ കൾച്ചർ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ്. ഇംഗ്ലീഷുകാരുടെ ഒരു കൾച്ചർ അവർ ശാന്തമായിട്ട് നിന്ന് ആ പാട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച്, അത് 18 വയസ്സ് തൊട്ട് 90 വയസ്സുള്ളവരൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് പാടുന്നതൊക്കെ കേൾക്കാനായിട്ടും അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്നൊരു കാര്യമാണ്. കൊയർ ടീം എന്ന് പറയുന്നത് അവര് മാലാഖമാരെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പം ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പള്ളികളിൽ ഇങ്ങനെ അമിതമായ സ്വരമെടുത്ത് പാടി വെളിയിൽ അങ്ങനെ കാണിക്കുക, അതിനുവേണ്ടിയല്ല നമ്മളവിടെ നിൽക്കുന്നത്. നമ്മൾ അവരുടെ കൂടെ ചേർന്ന് പാടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അത് ഇവരുടെ ഒരു കൾച്ചറിലും നമ്മുടെ കൾച്ചറിലും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഇപ്പം ഒരാള് ഇപ്പം മൈക്ക് കിട്ടിയില്ല, അത് ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പം നമ്മുടെ തലമുറകൾക്കൊക്കെ നമ്മളത് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളവിടെ ദൈവത്തെ ആരാധിക്കാൻ മാലാഖമാരുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ചെയ്യേണ്ടതിന് പകരം അതാ കൊച്ചേ നിന്റെ സ്വരം കേട്ടില്ല, നിനക്ക് കിട്ടിയില്ലേ മൈക്ക്, അങ്ങനെയൊന്നും അത് മാതാപിതാക്കൾ തന്നെ പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം. സ്വരം നിങ്ങളുടെ കേട്ടാലേ അത് ആ കുർബാനയ്ക്ക് ഇത് വരുവുള്ളൂ എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കരുത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇംഗ്ലീഷുകാരുടെ കുറേ കാര്യങ്ങൾ, നമ്മൾ ഇപ്പം UK താമസിക്കുന്നത്, അപ്പോൾ അവരുടെ കുറേ കൾച്ചർ നല്ലതെന്ന് തോന്നുന്നതൊക്കെ നമ്മൾ അത് നമ്മളിലേക്കൊന്ന് കിട്ടാനായിട്ടും നമ്മളിലേക്കൊന്ന് പകർത്തിയെടുക്കാനും ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു.